സംസ്ഥാന സർക്കാരിന്റെ മഴ മുന്നറിയിപ്പ് സംവിധാനങ്ങളിൽ വൻ പാളിച്ച എന്ന ആക്ഷേപം സർക്കാർ മുന്നറിയിപ്പിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിലുമാണ് വൻ വൈരുദ്ധ്യം. മന്ത്രി പി.സി. വിശ്വനാഥിന്റെ മിന്നൽ പ്രളയ മുന്നറിയിപ്പ് IMD തള്ളി. പിന്നാലെ സംസ്ഥാന സർക്കാരിന്റെ മുന്നറിയിപ്പ് ശരിയായിരുന്നുവെന്ന് പി.സി. വിശ്വനാഥും പറഞ്ഞു. അതിതീവ്ര മഴയടക്കം എവിടെ എപ്പോൾ പെയ്യുന്നു എന്ന് IMDക്ക് പ്രവചിക്കാൻ കഴിയുന്നില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. ഇന്നു രാത്രി അതിതീവ്ര മഴ, മിന്നൽ പ്രളയം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡിസാസ്റ്റർ മാനേജ്മെന്റ് പത്തനംതിട്ടയ്ക്കായി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. നദീ നിരപ്പ് വീണ്ടും ഉയർന്നാൽ വെള്ളം എത്താൻ സാധ്യതയുള്ളതായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റി പാർപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ ജനങ്ങൾ സ്വയവും തയ്യാറാകണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ മിന്നൽ പ്രളയ സാധ്യതയുണ്ടെന്ന് മന്ത്രി ഇന്നലെ നൽകിയ ഈ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തള്ളിയത്. നൽകിയത് 6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സ്വാഭാവിക ജാഗ്രതാ മുന്നറിയിപ്പ് മാത്രമാണ്. കാലാവസ്ഥാ റിപ്പോർട്ടിൽ ഇത് ഉൾപ്പെടുത്തിയിരുന്നില്ലെന്നും IMD വ്യക്തമാക്കി. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് ജില്ലയിൽ ഇന്നലെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും മാത്രമാണ് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. മന്ത്രിയുടെ പ്രസ്താവന സർക്കാരും ഉദ്യോഗസ്ഥരും തമ്മിൽ ഏകോപനമില്ലാത്തതിന്റെ തെളിവെന്ന ആക്ഷേപം ഇതോടെ ശക്തമായി. മന്ത്രിയുടെ പ്രസ്താവന ജനങ്ങളിൽ അനാവശ്യ ഭീതിയും ആശങ്കയും പടർത്തിയെന്നാണ് വിമർശനം. എന്നാൽ സംസ്ഥാന സർക്കാർ മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും തമ്മിൽ വൈരുദ്ധ്യമെന്ന വാർത്തകൾ മന്ത്രി പി.സി. വിഷ്ണുനാഥ് തള്ളി. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അതിതീവ്ര മഴയെന്ന് മുന്നറിയിപ്പ് നൽകിയത് ശരിയായിരുന്നു. നമ്മൾ ഇന്നലെ കിട്ടിയ വെതർ ഫോർകാസ്റ്റ് കറക്റ്റ് ആയിരുന്നു. അതിതീവ്ര മഴ രാത്രിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. നമ്മൾ ഇന്നലെ ഒന്നും രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. നമ്മളിങ്ങനെ അതിന്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ അല്പം പോലും ഗൗരവം കുറയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും. അതിതീവ്ര മഴ എവിടെയാണ് പെയ്യുക എന്നറിഞ്ഞാലേ ജനങ്ങളെ ഒഴിപ്പിക്കുന്നതടക്കം സാധ്യമാകൂ. എന്നാൽ അത്തരം മുന്നറിയിപ്പുകൾ IMDയിൽ നിന്ന് പലപ്പോഴും കിട്ടാറില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിതീവ്ര മഴ എവിടെയാണ് പെയ്യുന്നത് അറിഞ്ഞാലേ മാത്രമുള്ളൂ അവിടെ നിന്ന് ഇവാക്യുവേഷൻ നടക്കുകയുള്ളൂ. അതിതീവ്ര മഴയുടെയും ക്ലൗഡ് ബേസിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവാക്യുവേഷനുള്ള സമയം ഉണ്ടാവില്ല. ഞാൻ ഇതേ ചോദ്യം പ്രീ മൺസൂൺ മീറ്റിങ്ങിൽ IMDക്കാരോട് ചോദിച്ചാൽ, നിങ്ങളിത് റഡാറിൽ കണ്ടു കഴിഞ്ഞാൽ ഇവാക്യുവേഷനുള്ള ഗ്യാപ്പ് പോലും കിട്ടാത്ത തരത്തിലുള്ള വേദന എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. പുതിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ സംബന്ധിച്ച് പ്രവചിക്കുന്നതിന് IMDക്ക് പരിമിതികളുണ്ട്. കടലിൽ പോകുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള വിവരം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നില്ലെന്നും മുഖ്യമന്ത്രി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനെ കുറ്റപ്പെടുത്തി മന്ത്രി സണ്ണി ജോസഫും രംഗത്തെത്തി. IMDയിൽ നിന്ന് കൃത്യമായി മുന്നറിയിപ്പ് ലഭിച്ചില്ലെന്നും മന്ത്രി ആരോപിച്ചു. വന്നിരിക്കുന്ന പ്രതിഭാസം ചിലത് അത് കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പ്രശ്നമാണ്, ചിലത് മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് വന്ന മഴയുണ്ട്. അതിലൊക്കെ കൺസേൺഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ തന്നെ മറുപടി പറയുന്നതാണ് ഇപ്പം ഞാൻ കേട്ട് മനസ്സിലാക്കിയത്. മുന്നറിയിപ്പുകൾ ഏതാണ്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇത്ര കണ്ട് പ്രതീക്ഷിക്കാനുള്ള മുന്നറിയിപ്പ് നമുക്ക് കിട്ടിയില്ല. കാലാവസ്ഥാ മുന്നറിയിപ്പ് ഡിപ്പാർട്ട്മെന്റിൻ്റെത് കിട്ടിയിട്ടില്ല. IMD ജാഗ്രതാ സന്ദേശങ്ങളും മുന്നറിയിപ്പുകളും സമയം തെറ്റി വരുന്നതും രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാകുന്നുണ്ട്. മൊബൈൽ ഫോൺ വഴിയെത്തുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളിലും പരാതിയുണ്ട്. വിവിധ മൊബൈൽ ഫോൺ നെറ്റ്വർക്കുകളിൽ പല സമയങ്ങളിലാണ് സന്ദേശങ്ങൾ എത്തുന്നത്. സമയബന്ധിതമായി മുന്നറിയിപ്പുകൾ ലഭിക്കാത്തത് മഴക്കെടുതിയുടെ ആഘാതം വർദ്ധിക്കാൻ കാരണമാകുന്നുവെന്നാണ് വിമർശനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.